നിങ്ങളുടെ കയ്യിലുള്ള ആൻഡ്രോയിഡ് മൊബൈലിൽ പൈത്തോൺ ഉപയോഗിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻസാണ് ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പൈഡ്രോയിഡ് 3 ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പൈഡ്രോയിഡ് 3 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഈ സ്ക്രീനിലാണ് നിങ്ങൾ പൈഡ്രോയിഡ്, അതായത് പൈത്തോൺ പ്രോഗ്രാം ചെയ്യേണ്ട ഭാഗങ്ങൾ. പൈഡ്രോയിഡ് 3ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഇതൊരു ഇൻ്റർപ്രറ്ററാണ്. 1991 ഇത് റിലീസായിരിക്കുന്നത്. ഇത് ഒരുപാട് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വെബ് ഡെവലപ്മെൻറ്റ്, സെർവർ സൈഡ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, മാത്തമെറ്റിക്കലായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, സിസ്റ്റം സ്ക്രിപ്റ്റിങ്, അങ്ങനെ ഒരുപാട് ഡെസ്ക്ടോപ്പ് സോഫ്റ്റ്വെയർ, അങ്ങനെ പലവിധ സോഫ്റ്റ്വെയർസുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തോൺ എന്ന് പറയുന്നത്. പൈത്തോണിൻ്റെ സിൻറ്റാക്സുകളൊക്കെ വളരെ ഈസിയാണ്. ഇത് വളരെ ടൈപ്പ് ചെയ്യാൻ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അപേക്ഷിച്ച് ഇതിന് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് പൈത്തോൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു ഹെഡിങ്, ഒരു പേര് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ, ഒരു പ്രോഗ്രാമിലൂടെ ഒരു പേര് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രൊസീജിയറും ഇല്ല. പ്രിൻ്റ് എന്ന് പറയുന്ന കമാൻഡ് കൊടുത്താൽ മാത്രം മതി. പ്രിൻ്റ് ബ്രാക്കറ്റിനകത്ത് എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത്, എന്താണോ ഹെഡിങ്, എന്താണോ പ്രിൻ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഒരു പ്രോഗ്രാമിൻ്റെ എന്താണോ ഹെഡിങ് ആണെങ്കിൽ SSM പോളി, ഈ കൊടുത്തിരിക്കുന്നത് ഡബിൾ കൊട്ടേഷൻ അകത്താണ് SSM പോളി എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൽഫബറ്റ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾ പ്രോഗ്രാമിൽ ചെയ്യുമ്പോൾ ഡബിൾ കൊട്ടേഷനിൽ കൊടുത്തിരിക്കണം. പ്രിൻ്റ് SSM പോളി എന്ന് കൊടുത്തതിന് ശേഷം ഈ സെൻറ്ററിൽ കാണാം, കീബോർഡിൻ്റെ ഈ ഭാഗത്ത് ഒരു പ്ലേ ബട്ടൺ, ഒരു യെല്ലോയിൽ കാണുന്നു. ഈ യെല്ലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോഗ്രാം ഇവിടെ റൺ ചെയ്യണമെന്ന് കാണാം. SSM പോളി ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് പൈത്തൺ. മറ്റുള്ള പ്രൊസീജിയറുകളൊന്നും ഈ ഒരു പൈത്തോണിലില്ല. ഇനി നെക്സ്റ്റ് ലൈനിൽ അടുത്ത എന്താണോ വേണ്ടെങ്കിൽ അവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ അടുത്ത വീണ്ടും പ്രിൻ്റ് എങ്ങനെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് വെച്ചാൽ ബ്രാക്കറ്റിൽ ഡബിൾ കൊട്ടേഷനിൽ എവിടെയാണോ എന്താണോ അടുത്ത നെക്സ്റ്റ് ലൈനിൽ ആണെങ്കിൽ ഇവിടെ തിരൂർ എന്ന് കൊടുത്ത് കഴ്സർ ഇവിടെ കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പ്രോഗ്രാമിങ്ങിൽ 2 ലൈൻ ഇപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. പ്രിൻ്റിൽ SSM പോളി തിരൂർ എന്ന് പറയുന്ന 2 ലൈൻ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റൺ ചെയ്യണമെങ്കിൽ ഈ യെല്ലോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം SSM പോളി തിരൂർ. ഈ 2 ലൈൻ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഒരുപാട് ഓപ്ഷൻസിൽ പെട്ടതാണ്. ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ഫോൾഡർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ന്യൂ, ഓപ്പൺ, സേവ് ആസ്, ക്ലോസ്, റീസെൻറ്റ് ഫയൽ. ന്യൂ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ, ഓപ്പൺ നമ്മൾ ആൾറെഡി സേവ് ചെയ്ത് വെച്ച ഫയലുകൾ ഓപ്പൺ ചെയ്യാൻ, സേവ് ഇപ്പോൾ നമ്മളിത് ആൾറെഡി സേവ് എന്ന് കൊടുത്തു. സേവ് എന്ന് കൊടുക്കുമ്പോൾ നമ്മളെ ഫോൺ മെമ്മറിയിൽ ഏത് ലൊക്കേഷനിലേക്കാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടതിൽ നമുക്ക് തീരുമാനിക്കാം. നമുക്കൊരു ഫോൾഡറൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ആ ഫോൾഡറിൽ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. ഇവിടെ നമ്മൾ ഇൻറ്റേർണൽ സ്റ്റോറേജിൽ തന്നെ ഞാനിത് സേവ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈലിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ചെയ്യാതിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ എവിടെയാണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾ എൻ്റെ സേഫ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഞാൻ എന്ത് ചെയ്തു, സെലക്ട് ഫോൾഡർ എന്ന് കൊടുത്തതിന് ശേഷം ഫയൽ നെയിം ഇവിടെ കാണാം. ഡീഫാൾട്ടായിട്ട് ന്യൂ ഫയൽ .py എന്ന് കാണാം. ഈ ന്യൂ ഫയൽ എന്ന് .py ഇത് ഡീഫാൾട്ടായിട്ട് വരുന്ന പേരാണ്. ഇവിടെ നമുക്ക് പ്രോഗ്രാമിൻ്റെ പേര് മാറ്റിയിട്ട് പ്രോഗ്രാം എന്ത് പേരും കൊടുക്കാം. പ്രോഗ്രാം ഫസ്റ്റ് എന്ന് കൊടുത്തു. എക്സ്റ്റൻഷൻ എന്തായിരിക്കണം, .py. ഇത് ഡീഫാൾട്ടായിട്ട് വരുന്നതാണ്. py എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ നമ്മളിത് സേവ് ചെയ്ത് നമുക്ക് വെക്കാം. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം ആൾറെഡി സേവ് ചെയ്ത് വെച്ചു. ഏറ്റവും മുകളിൽ കാണാം prg1.py എന്ന് പറയുന്ന എക്സ്റ്റൻഷനിൽ ഈ പ്രോഗ്രാം കാണാം. ഇനി നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ പ്രോഗ്രാം വേണമെങ്കിൽ ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്തെടുക്കാം.
നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെടുക്കാനും, അതേപോലെ സേവാസ് ഇതിൻ്റെ കോപ്പി വേറൊരാൾക്ക് കോപ്പി ആണെങ്കിൽ കോപ്പി ചെയ്യാം. റീസെൻറ്റ് ഫയൽ നമ്മൾ പറഞ്ഞാൽ നമ്മളിതുവരെ ചെയ്ത എല്ലാ ഫയൽസുകളും ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. റീസെൻറ്റ് ഫയൽ പ്രോഗ്രാം 1, പ്രോഗ്രാം 5, ഫസ്റ്റ്, അങ്ങനെ കുറേ ഫയൽ നമ്മൾ ചെയ്ത ഫയൽ തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ SSM പോളി. ഇപ്പോൾ പ്രിൻ്റ് എന്ന് പറയുന്ന കമാൻഡാണ് നമ്മളിപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിൻറ്റ് SSM പോളി പ്രിൻറ്റ് 0. ഇവിടെ നമ്മൾ നമ്പറാണ് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളിവിടെ പ്രിൻറ്റ് ബ്രാക്കറ്റിനകത്ത് നമ്പറാണെന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഡബിൾ കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇവിടെ റൺ ചെയ്യുമ്പോൾ നോക്കാം 1 2 3 3 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ നമ്പർ അല്ലാത്ത എന്തും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഡബിൾ കൊട്ടേഷൻ കൊടുക്കണം. നമ്പർ ആണെങ്കിൽ ഡബിൾ കൊട്ടേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം മാത്തമെറ്റിക്കലായിട്ടുള്ള വർക്കുകൾ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഡബിൾ കൊട്ടേഷൻ കൊടുക്കാൻ പാടില്ല. ഇവിടെ നമുക്ക് നെക്സ്റ്റ് ഒന്നുകൂടി നോക്കാം. എക്സാമ്പിളായിട്ട് പ്രിൻറ്റ് ബ്രാക്കറ്റിനകത്ത് 12 + 12 എന്ന് കൊടുത്ത് നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ 12 എന്നല്ല സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുക. ഇതിവിടെ ഡബിൾ കൊട്ടേഷൻ അകത്ത് കൊടുക്കുകയാണെങ്കിൽ 12 + 12 എന്നായിരിക്കും വരിക. ഇവിടെ നമ്മൾ 12 + 12 എന്ന് കൊടുത്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ആൻസർ കണ്ടോ, ലാസ്റ്റ് 24 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ മാത്തമെറ്റിക്കലായിട്ടുള്ള വർക്കുകൾ ഇവിടെ ചെയ്യാം. പ്രിൻറ്റ് 10 + 2 -2 സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ പ്രിൻറ്റിലൂടെ ചെയ്യാം. ഇന്നത്തെ ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രിൻറ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡും ഈ സോഫ്റ്റ്വെയർ പരിചയപ്പെടലും എന്നാണ്. അപ്പോൾ ഇവിടെ സേവ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് വീണ്ടും ഈ പ്രോഗ്രാം ഇപ്പോൾ ഈ ടൈപ്പ് ചെയ്ത പ്രോഗ്രാം വീണ്ടും ഒന്ന് സേവ് കൊടുക്കണം. ഇത്രയും ഭാഗങ്ങൾ നമ്മളിതിൽ സേവ് ചെയ്ത് വെച്ചു. ഇനി ഇവിടെ വെച്ച് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണാം ഒരു 3 ലൈൻ. ഈ 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഇൻ്റർപ്രറ്റർ ടെർമിനൽ. ഇവിടെ നമ്മൾ ടെർമിനൽ ക്ലിക്ക് ചെയ്തു. ടെർമിനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലിനക്സ് കമാൻഡ് ബേസ്ഡ് ആണ്. ഇവിടെ നമുക്ക് ക്ലിയർ ലിനക്സ് കമാൻഡ് അറിയുന്നവർക്കുള്ള കമാൻഡുകളൊക്കെ ഇവിടെ കൊടുക്കാം. ക്ലിയർ ls സ്ക്രീനിൽ ചെയ്ത പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ first.py എന്ന് പറയുന്ന ഒരു പൈത്തൺ പ്രോഗ്രാം നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ വെച്ച് റൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പൈത്തൺ first.py എന്ന് കൊടുത്ത് ഇവിടെ വെച്ച് ആ പ്രോഗ്രാമിനെ നമുക്ക് റൺ ചെയ്യാവുന്നതാണ്. കണ്ടോ, പൈത്തൺ ആ പ്രോഗ്രാം നെയിം .py എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം ഇവിടെ റൺ ചെയ്യാവുന്നതാണ്. ഇവിടെ വെച്ച് ടെർമിനൽ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാമിനെ റൺ ചെയ്യാൻ അതിനുപയോഗിക്കുന്നതാണ്. പിന്നെ ഇൻ്റർപ്രറ്ററിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലൈൻ ബൈ ലൈനായിട്ട് നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്യാവുന്നതാണ്. പ്രിൻറ്റ് ഹലോ എന്ന് കൊടുത്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഹലോ എന്ന് കാണാം. അങ്ങനെ ലൈൻ ബൈ ലൈനായിട്ട് പ്രിൻറ്റ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇവിടെ ഇൻ്റർപ്രറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ടെർമിനൽ എന്ന് പറഞ്ഞാൽ ടെർമിനലിലൂടെ നിങ്ങൾക്ക് പൈത്തൺ ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് മറ്റുള്ളതിലേക്ക് ഷെയർ ചെയ്യണമെങ്കിൽ വാട്സപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ മറ്റുള്ള ഏത് ഡിവൈസിലേക്കും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഷെയർ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻസും ഈ ആപ്ലിക്കേഷൻസിലുണ്ട്. ഷെയർ എന്ന് കൊടുക്കുന്നത്. അതേപോലെ സാമ്പിൾ പ്രോഗ്രാംസുകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രോഗ്രാം ഇവിടെ ബേസിക്സ് ആയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം. ഹലോ വേൾഡ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യണം, ഓപ്പൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ വേൾഡ് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പ്രോഗ്രാംസുകളുണ്ട് ഇതിൽ, സാമ്പിൾസ്. അതേപോലെ ബേസിക്സിൽ കുറേ ടെക്സ്റ്റ് ഇൻപുട്ട് എങ്ങനെ കൊടുക്കാം, ഓപ്പൺ. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ നമുക്കതിനെ വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത്രയും ഭാഗങ്ങളാണ് ഇതിലിപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം പ്ലേ സ്റ്റോറിൽ പോയി Pydroid 3 അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും അതിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. പ്രിൻ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നോക്കാം റീസെൻറ്റ് ഫയൽ. ഇപ്പോൾ നമ്മൾ ചെയ്ത ഫയലുണ്ട് പ്രോഗ്രാം 1.
ഈ ഫയൽ ഇതേപോലെ തന്നെ പ്രിൻ്റ് എന്താണോ നിങ്ങളെ ഹെഡിങ് എന്താണോ നിങ്ങളെ പേര് വെച്ചാൽ പേര് ടൈപ്പ് ചെയ്യാം. എന്താ പ്രിൻ്റ് ഒരു ഇത് ടൈപ്പ് ചെയ്യുക. പ്രിൻ്റ് ഒരു സ്ട്രിങ് ടൈപ്പ് ചെയ്ത് നോക്കുക. ഇത്രയും വർക്ക് ഈ ഒരു ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. പ്രിൻ്റ് എന്ന് പറയുന്ന ഭാഗം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.